പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അസ്റുദ്ദീനും ഫർഹാത്തും. പിന്നീട് ഇവർക്ക് 2 പെൺകുട്ടികൾ ജനിച്ചു. മൂന്നാമതൊരു ആൺകുട്ടി വേണമെന്ന് അയാൾ ആഗ്രഹിച്ചതാണ്. എന്നാൽ വീണ്ടും പെൺകുഞ്ഞ് ജനിക്കുമോ എന്ന് സംശയം. അതിൻ്റെ പേരിൽ ഗർഭിണിയായ ഭാര്യയെയും 2 മക്കളെയും കുളത്തിലേക്ക് എറിഞ്ഞ് ക്രൂരമായി നടത്തിയ കൂട്ടക്കൊല. തെലങ്കാനയിൽ ഭാര്യയെയും 2 പെൺകുട്ടികളെയും നീന്തൽക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്നറിഞ്ഞതിൻ്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. കേസിൽ ഭർത്താവ് അസ്റുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗർഭചിത്രം നടത്താൻ ഭാര്യ തയ്യാറാകാത്തതിൻ്റെ വിരോധത്തിലാണ് കൂട്ടക്കൊല നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. വാറങ്കൽ ഖമ്മം ദേശീയപാതയ്ക്കരികിലുള്ള നീന്തൽക്കുളത്തിലാണ് 26-കാരിയായ ഫർഹദാനെയും മക്കളായ 8 വയസ്സുള്ള ഉമേറ, 6 വയസ്സുകാരി അയേഷ എന്നിവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. വാടകയ്ക്ക് നൽകാറുള്ള ഇവരുടെ തന്നെ നീന്തൽക്കുളത്തിലാണ് 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അന്ന് വൈകിട്ടാണ് അസ്റുദ്ദീനും കുടുംബവും ഇവിടെ എത്തിയത്. ഇവിടെ സമയം ചിലവഴിക്കുന്നതിനിടെ ഭാര്യയും കുട്ടികളും കാൽവഴുതി നീന്തൽക്കുളത്തിൽ വീണെന്നാണ് ഇയാളുടെ മൊഴി. നാട്ടുകാരും സമീപവാസികളും എത്തിയാണ് യുവതിയെയും കുട്ടികളെയും നീന്തൽക്കുളത്തിൽ നിന്ന് പുറത്തെടുത്തത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവത്തിൽ അസ്റുദ്ദീൻ പറയുന്നത് വിശ്വാസയോഗ്യമല്ലെന്നാരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തി. അപകടമരണമല്ലെന്നും ഫർഹാദിനെയും കുട്ടികളെയും അസ്റുദ്ദീൻ കൊലപ്പെടുത്തിയതാണെന്നും ഇവർ ആരോപിച്ചു. അസ്റുദ്ദീന്റെ മൊഴിയിൽ സംശയമുണ്ടായതോടെ പോലീസ് നടത്തിയ വിശദാന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് വ്യക്തമായത്. പ്രണയിച്ചാണ് ഇരുവരും വിവാഹിതരായത്. ഇവർ തമ്മിൽ നിരന്തരം തർക്കങ്ങളുണ്ടായിരുന്നു. ഇനിയൊരു പെൺകുഞ്ഞ് വേണ്ടെന്ന് അസ്റുദ്ദീൻ യുവതിയോട് പറഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു. മൂന്നാമത്തേതും പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്താൻ ഇയാൾ നിർബന്ധിച്ചു. ഇതിന് തയ്യാറാകാതിരുന്നതോടെ 3 പേരെയും കുളത്തിനടുത്ത് എത്തിച്ച് വെള്ളത്തിലേക്ക് തള്ളി വീഴ്ത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അസ്റുദ്ദീന്റെ മൊബൈൽ ഫോൺ വിവരങ്ങളും കുളത്തിനടുത്തുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമായി. ന്യൂസ് 18 തെലങ്കാന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.